Hello guys, welcome back to our YouTube channel Abhinay Love. ഇന്നലത്തോടെ എൻ്റെ ഫെയിലും പിന്നെ കണ്ണി വന്നടിക്കണേ. നമ്മളിതാ ഒരു സ്ഥലം വരെ പോവുകയാണ്. സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾ കണ്ടുപിടിക്കണം. അത് നിങ്ങളുടെ ജോലിയാണ്. ഞാൻ സ്ഥലത്തിൻ്റെ പേര് കാണിച്ചു തരും കുറച്ച് കഴിഞ്ഞിട്ട്. ഒരു വ്ലോഗ് എടുക്കാൻ വിചാരിച്ചു. ഓടി വന്നൊരു കിടപ്പ് വയസ്സ്. സമയം ഇപ്പം 9:47. അടുത്തുള്ള ക്ഷേത്രമാണ്. ക്ഷേത്രം കുറച്ച് ദൂരം, ഭയങ്കര ദൂരമില്ല, കുറച്ച് ഒരു കുഴി. അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ പേര് ക്ഷേത്രമാണെന്ന് ഞാൻ പറഞ്ഞു. ക്ഷേത്രമാണ് പോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേര് കണ്ടുപിടിക്കണം. അത് നിങ്ങളുടെ ടാസ്ക്കാണ്. അപ്പം നമുക്ക് ചെരുപ്പൊക്കെ പോയിട്ട് കണ്ടാ ഗൈസ്. നിങ്ങൾ ഡോ കൊടുക്കുന്ന ചെരുപ്പ് കണ്ടു. ഹലോ ഗൈസ്, പിന്നെ ഇതാണ് ഞാൻ ഇടുന്ന ചെരുപ്പ്. ഞാൻ അപ്പോഴത്തേക്കും ഇത് ഒരു ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ എൻ്റെ കോട്ടൻ്റെ കളർ എനിക്ക് അത്യാവശ്യമുണ്ട്. ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ബ്ലാക്ക് ഇട്ടില്ല. ഞാൻ ഇടയ്ക്കിട്ടൊരു മൈലാഞ്ചിയാണ്. പിന്നെ നമ്മൾ എന്താണ് ഞാൻ ഗീവ് വീഡിയോ ഇട്ടിരുന്നു. അതിനെക്കുറിച്ച് കുറേ പേര് ചോദിച്ചു. എനിക്ക് കമൻറ്റ് മാത്രം ഇട്ടാൽ പോരാ. നിങ്ങൾക്ക് ഒരാൾ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ പെട്ടെന്ന് തൂക്കി ആക്കി തന്നാൽ എന്താണ് കണ്ണ് വന്ന് എനിക്ക് എപ്പോഴും തന്നെ കണ്ണ് വന്ന് വെയിലടിക്കണം. വെയിൽ വന്ന് കണ്ണിലാണ് സത്യത്തിൽ അടിക്കുന്നത്. അപ്പോൾ എൻ്റെ ഓഡിയോ ക്ലിയർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഓഡിയോ ക്ലിയർ കുറവായിരിക്കും. കുപ്പികള നാളിനുണ്ടായിരുന്നു. ഒരു കഴിഞ്ഞ ഓർമ്മ ഒരു രണ്ടെണ്ണം. ചിലപ്പോൾ ഓഡിയോ നല്ല ക്ലിയർ കുറവായിരിക്കും. അപ്പോൾ ക്ലിയർ കുറവാണെങ്കിൽ ഞാൻ വോയിസ് ഓവർ ചെയ്തിട്ടേക്കാം. ചിലപ്പോൾ നല്ല ക്ലിയർ ഉണ്ടായിരിക്കും. കാരണം ലൈറ്റ് കണ്ടു രാത്രി അപ്പഴേ കാണാൻ പറ്റും. നമ്മുടെ ലൈറ്റ് പോയിരിക്കണം. അപ്പുറത്തുള്ള സ്പീക്കറിനത് പോയിരിക്കുന്നതാണ്. നമ്മളൊക്കെ തൊട്ടടുത്ത ക്ഷേത്രം ആയിട്ടില്ല, ഒരു പാലമാണ്. കണ്ട് ഞാൻ അതിന് മണ്ടൊക്കെ അറിയുന്നില്ല, കാണിച്ചു തരാം. ഞാൻ റോട്ടി ഇറങ്ങും, അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അവിടെയാണ് ഉത്സവം തുടങ്ങുകയാണ്. അപ്പോൾ ഉത്സവവും കൂടെ എന്തോ പ്രതിഷ്ഠ അങ്ങനെ എന്തോ വരുന്നുണ്ട്. പ്രതിഷ്ഠ കൊണ്ടുവന്നു. അത് എൻ്റെ ഇൻസ്റ്റഗ്രാം ഇട്ടിരുന്നു. ഞാൻ യൂട്യൂബിൽ ഇടാം കേട്ടോ. ഇന്നലെ നാളെയൊക്കെ ഇടാം. ചിലപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പ്രതിഷ്ഠ ചെയ്യുന്നതിനാൽ ഞാൻ ഇടാം. അപ്പോൾ ഇത് കണ്ടിട്ട് ആരും യഥാർത്ഥം വിചാരിക്കരുത്. ഇത് ഗൈസ് കണ്ട ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂവാണ് ഗൈസ്. ഐലാൻഡർ അടിച്ച് കണ്ടൽ അങ്ങോട്ട് കട്ടി കൂടിപ്പോയി. മാല ഇട്ടാൻ വിചാരിക്കില്ല. മാലയൊക്കെ ഉണ്ട് കെട്ട് ഊരിപ്പോയി. ഇതിന് കെട്ടണം. അപ്പോൾ ഞാൻ ക്ഷേത്രം കാണിച്ചു തരാം നിങ്ങൾക്ക്. നല്ല ചിലപ്പോൾ ഇവിടെ പാട്ടിട്ടിരിക്കണം. അപ്പോൾ നല്ല ഞാൻ വോയിസ് എനിക്ക് എന്നെ ഉറച്ചാണ് പറയുന്നത്. ഇനി ക്ലിയർ കിട്ടില്ലെന്ന് എനിക്ക് അറിയില്ല. അതിൽ ഫുൾ ഓഡിയോസിലാണ് പാട്ടിട്ടിരിക്കുന്നത്. വലിയ വലിയ സ്പീക്കേഴ്സ് വെച്ച് ഞാൻ അപ്പോൾ കുഴപ്പമില്ല. ഞാൻ ഒരുങ്ങി ചേച്ചി അമ്മ നേരത്തെ എന്നെ കാട്ടി സ്പീഡില്ല. ഞാൻ മനസ്സിലുണ്ട്. എനിക്ക് അമ്മ പറഞ്ഞു വേറെ ഡ്രസ്സ് ഇടണ്ട, വേറെ വല്ല ഡ്രസ്സില്ല. എനിക്കാണെങ്കിൽ സിമ്പിളാണ് ഇഷ്ടം. എനിക്ക് മേക്കപ്പ് ഹാർഡാണ്. സിമ്പിൾ നല്ല ഇഷ്ടമാണ്, ഹാർഡും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഡ്രസ്സ് നോക്കുമ്പോൾ എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിക്കിട്ടാൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നല്ല എന്താണ് ഇങ്ങനത്തെ സിമ്പിൾ ഡ്രസ്സാണ് എനിക്കിഷ്ടം. ഇതെന്ന് വെച്ചാൽ കോട്ടനാണ് കേട്ടോ. ഇങ്ങനെ ഫ്രോക്ക് ഇത് വന്നിട്ട് കോട്ടാണ്. നമ്മൾ പോണ ആർക്കെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മ, അച്ഛൻ, ചേച്ചി, അപ്പൂപ്പൻ. നിങ്ങൾ വിചാരിക്കുന്നത് ഞാനില്ല, ഞാൻ 5 പേരാണ് പോണത്. അപ്പം ഇറങ്ങിയില്ല. ഇവിടെ നമ്മുടെ പ്രതിഷ്ഠ എന്താണെന്ന് കുറച്ച് ദിവസം ഇങ്ങനെ കാണുമല്ലോ. പ്രതിഷ്ഠ ഒന്നും പറയാൻ കുറച്ച് പൂജ അങ്ങനെ കാണുമല്ലോ. അപ്പോൾ പ്രതിഷ്ഠ മിനിഞ്ഞാന്നാണ് തോന്നുന്നത്. മിനിഞ്ഞാന്നിൻ്റെ തലേന്നാണ്. അപ്പോൾ അങ്ങനെ വന്നു. അപ്പം എപ്പോഴാണ് വന്നത്? ഞാൻ അപ്പം വൈകിട്ട് 5 മണിക്ക് 6 മണിക്കാണ് വന്നത്. അപ്പോൾ ഇവിടെ നല്ല ബൈക്കൊക്കെ പോകുന്നു. അത് റോഡിലേക്കല്ല, നമ്മുടെ കോവിലത്തേക്ക് തന്നെയാണ്. കാരണം തേങ്ങ, വാഴക്കൊല അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർക്ക് ഫിറ്റ് ചെയ്ത് വയ്ക്കണം. പിന്നെ നല്ല രാത്രി ഒരു ദിവസം ഇന്നത്തെ ദിവസം ഫുള്ള് ഞാൻ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. രാത്രിയും വ്ളോഗുണ്ട്. രാത്രിയത്തേന്ന് വെച്ചാൽ നമ്മുടെ നല്ല ലൈറ്റിംഗ് ആണ് കേട്ടോ.
ഇവിടെ നിന്നിട്ട് പിന്നെ നമ്മുടെ എൻ്റെ വലിയ അങ്ങോട്ടൊരു പ്ലോട്ടുണ്ട്. ആ പ്ലോട്ടിൽ വെച്ച് നമുക്ക് ഇത് തന്നെ അവിടുത്തെ പ്ലോട്ടിൽ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് മുഴുവൻ എന്താണ് ഇങ്ങനെ കമ്പി നമ്മൾ വേറെ ഫേമസ് ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ കാണുമല്ലോ ഇങ്ങനെ തടി വെച്ചിട്ടിട്ട് നല്ല ദൈവങ്ങളെ ചെയ്ത് വെച്ചിട്ട് ലൈറ്റ് ഇപ്പോൾ ദൈവത്തിനെ പോലെ തന്നെ അതുപോലെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ ചെയ്ത് തുടങ്ങിയില്ല, ഇവിടെ ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഓഫ് ചെയ്തു. പിന്നെ റോട്ടിൽ ഒരു ശിവലിംഗത്തിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോവിൽ കയറുന്ന എൻട്രൻസിൻ്റെ സൈഡിലായിട്ട് എന്തോ ഒരു ദൈവം വെച്ചിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല, പക്ഷേ ഇങ്ങനെ കണ്ടുപോയേ ദൈവം ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ദൈവമാണ് ഞാൻ. പിന്നെ 2 വലിയ ബോക്സും സ്പീക്കേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് അതിൻ്റെ വോയർ പിടിച്ചിട്ടേക്കണേ ഉള്ളൂ. അങ്ങോട്ടൊക്കെ നല്ല വോയിസ് ആയിട്ട് കിട്ടാൻ ഇപ്പം രാവിലെ ഉണ്ട് കുറച്ചിട്ടേക്കും. പക്ഷെ രാത്രി ഡീസായിട്ട് ഇപ്പോൾ വൈകിട്ട് വരും. ഇപ്പോൾ കുലുങ്ങും ലൈസ് ഇവിടെ കിടന്ന് കുലുങ്ങും. പക്ഷെ ഇവിടുന്ന് സ്പീക്കറിൻ്റെ വോയർ അങ്ങോട്ട് പിടിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് പോസ്റ്റ് വരെ എന്തോ പിടിച്ചിട്ടിട്ടുണ്ട്. ഇറങ്ങാറായത് കണ്ടോ ഗൈസ്, ഇറ്റ്സ് മൈ ബാഗ്. ഇതാണ് ഇന്ന് കൊണ്ടുപോകുന്നത് എൻ്റെ ബാഗാണ്. ഞാൻ ചിലപ്പോൾ ഇതിൽ അമ്മയിൽ നിന്നും ചിലപ്പോൾ ചേച്ചിക്ക് കൊടുക്കും, ചിലപ്പോൾ ഞാനും ഇടും. ഗൈസ് ചേച്ചി റോസപ്പൂ വേണോ എന്ന് ചോദിച്ചിട്ട് ഇതാ അവിടെ ഏതെല്ലൊക്കെ തറയുന്നു ഞാൻ അതുകൊണ്ട് എറിയണ്ട വിചാരിച്ചിട്ട് അത് കണ്ടു തലയിലില്ല. പൂവിൻ്റെ ഇടയിൽ വെച്ചിരിക്കുമെന്ന് അറിയില്ല, പൂവിൻ്റെ ഇടയിൽ വെച്ചു. നമുക്കിനി എല്ലാവരും അറിയില്ല, സമയം കഴിച്ചിടാം. ഞാനിപ്പോൾ കഴിച്ചത് ചെറിയൊരു തൊണ്ടവ. അപ്പോൾ അത് മാറാൻ വേണ്ടി എന്ത് പാരസൈഡ് അത് നല്ല ഔഷധമാണ് കഴിച്ചതില്ല, സിദ്ധിയിൽ അങ്ങനെ എന്തോ. അങ്ങനെ നമ്മൾ പോകാറങ്ങി ഞാൻ ചെരുപ്പിടാൻ പോവുകയാണ് ഗീസ്. ഇതാണ് ഗീസ് ഞാൻ പറഞ്ഞ ക്ഷേത്രം. കണ്ടു നമ്മളങ്ങനെ പോയിട്ടൊക്കെ വന്നു. ബട്ട് ഞാൻ ചിലപ്പോൾ നമ്മൾ പോയ ക്ഷേത്രമല്ലെന്ന് പറയാം. ആ ചേച്ചി വെളിയിൽ നിന്ന് ഒരു ഫോട്ടോയൊക്കെ സമ്മതിക്കില്ല. അത് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. വെളിയിൽ നിന്നും എൻട്രൻസിനോ ആ കോമ്പൗണ്ടിലൊന്നും നമുക്ക് ഫോണേ കയറ്റില്ല. അവിടെ ഫോട്ടോ എടുക്കാൻ ഒരു സമ്മതിക്കില്ല, ഫോട്ടോ വീഡിയോസൊന്നും. ഞാൻ ജസ്റ്റ് ഒരു കുറച്ചാണെങ്കിലും എടുക്കാൻ വെച്ചാൽ സമയം കിട്ടിയില്ല. ഞാനിപ്പോൾ വിചാരിച്ചു എന്താണ് നല്ല നോയ്സ് ഡിസ്റ്റർബൻസ് കാണും, ക്ഷമിക്കണം. കാരണം ഞാൻ പറയുന്നത് ക്ഷേത്രത്തിൽ ഇപ്പോൾ വോളിയം കൂട്ടി, ഇപ്പോൾ കുറച്ച് ഉച്ചയാവാറല്ലേ, അതുകൊണ്ട് വോളിയം കൂട്ടി പോയിട്ട് വന്നേ ഉള്ളൂ. ഇപ്പോൾ പോയത് കേൾക്കാൻ നോക്കൂല, കേൾക്കാവുന്നുണ്ടോ? ഞാൻ പോയത് തൊഴുവങ്കോട് ക്ഷേത്രത്തിലാണ്. തൊഴുവങ്കോട് നമ്മളിവിടെ കാവുംപുറം, ഞാൻ താമസിക്കുന്നത് പിശാനം മുൻകോട് ഭാഗത്താണ്. ഇവിടുന്ന് കാവുംപുറം അങ്ങനെ കാവുംപുറം അടുത്താണ്. അങ്ങനെ പോകുമ്പോൾ തൊഴുവങ്കോട് ക്ഷേത്രം എന്താണ്. അപ്പോൾ നമുക്ക് പോയിട്ട് വന്നു. അപ്പോൾ ഈ വീട്ടിൽ ഇപ്പോൾ പോയിട്ട് വന്നുള്ളൂ. ഇവിടെ ഇടയ്ക്കില്ലെങ്കിൽ അല്ല അവസാനമെങ്കിൽ ഞാൻ ഗൂഗിളിൽ നിന്നെങ്കിലും ഫോട്ടോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ചേർത്തേക്കാം. അവർക്കൊന്നും എടുക്കാൻ പറ്റില്ല, അത് ഫോണ് അലൗഡല്ല. ഫോൺ വെച്ചേക്കാം, ബട്ട് ഗൂഗിൾ ജിപേക്ക് ഫോൺ വെച്ചേക്കാം, ബട്ട് വീഡിയോ ഫോട്ടോ ഒന്നും അലൗഡല്ല അവിടെ. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാം, ഗൂഗിളിൽ നിന്ന് വല്ലതും എടുത്ത് തൊഴുവങ്കോട് ക്ഷേത്രത്തിലാണ് പോയത്. തൊഴുവങ്കോട് ഈ മുല്ലപ്പൂ അവിടെ ഇത്തിരി അളയിപ്പോയി. പിന്നെ അമ്മ ഒന്നിന്നൊക്കെ സ്ലൈഡൊക്കെ കുത്തി നല്ല അടിപൊളിയാണ്. എനിക്കത് ഇഷ്ടമില്ല, ഇങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മുടെ ഗീവയ്ക്ക് ഒരുപാട് പേര് നമുക്ക് ജിമെയിലൊക്കെ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സപ്പോർട്ടും കമൻറ്റും ചെയ്യണം. ഒപ്പം തന്നെ എന്ത് ചെയ്യണം, ജിമെയിൽ എൻ്റെ ജിമെയിൽ അല്ലെങ്കിൽ എന്താണ് ഇൻസ്റ്റഗ്രാം ഐഡിയിലെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം. അപ്പോൾ ഞാൻ അയക്കപ്പോൾ ഞാനത് എൻ്റെ ഗാലറി സേവ് ചെയ്തിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് പോസ്റ്റിൽ അത് എന്താണ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ പേരുൾപ്പെടെ അയക്കണം. അതുകൊണ്ട് എനിക്ക് പേരയച്ചവരൊക്കെ ഞാൻ പേരിട്ടിട്ടുണ്ട്. അയച്ച ആൾക്കാരൊക്കെ പേരയച്ചിട്ടുള്ളതുകൊണ്ട് ഹായൊക്കെ ഇട്ട് അയച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ അവരുടെ പേരും ഉൾപ്പെടെ താങ്ക് യു എന്നൊക്കെ എഴുതി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അവർ അയച്ച സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതേപോലെ ചെയ്യണം. സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ എനിക്ക് അയച്ചു തരണം. ജിമെയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഐഡിയിൽ വേണം അയക്കാൻ. ഇതിൽ ഞാൻ രണ്ടും ഞാൻ ഗീവ് അവേ അലാർട്ട് ഇട്ട വീഡിയോയിൽ അതിൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നല്ല ചൂട്, കാരണം പട്ട വെയിലായിരുന്നു. ഞാൻ ചെരുപ്പിട്ടിട്ട് പോയ സ്ഥലം ഒടുക്കത്ത വെയിലായിരുന്നു. ഇനി അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാം. ഓക്കെ, ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ വന്നപ്പോൾ എന്താണ് വട മേടിച്ചിരുന്നു. എൻ്റെ ഫേവറേറ്റ് വട വാഴക്കപ്പമാണ്, വാഴക്കപ്പം ഉഴുന്ന വട.
അപ്പം ഞാൻ മേടിച്ചു. ഈ ഫാൻ ഇറങ്ങില്ല, ചൂടെ ഞാൻ ഫാൻ ഇട്ടു, വാഴക്കം മേടിച്ചു. അമ്മ ജ്യൂസ് എന്തോ കലക്കുകയാണ്. എനിക്കും അമ്മ കാമ്പുറം മേടിക്കും. നല്ല കടയുണ്ട്, ആ കട എനിക്കിഷ്ടമാണ്. സ്ട്രോബിനകത്ത് എനിക്ക് ഭയങ്കര സൗണ്ട് കേസ്. ഫാനിൻ്റെ സ്പീഡ് നാളെ ആണെങ്കിൽ തിങ്കളാഴ്ച വർക്കിംഗ് ഡേ, സ്കൂളിൽ പോകണം, കലോത്സവം പ്രാക്ടീസ്. എനിക്ക് അങ്ങനെ ഞാൻ തലക്കറിയ എന്നിട്ട് കേൾക്കാവോ ഗൈസ്? കേട്ടുകയും താഴെ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ടൈപ്പ് ചെയ്തിട്ട്. എനിക്ക് നമ്മുടെ പോപ്പും ഞാൻ വെച്ചു സാധാ ക്ഷേത്രങ്ങളിൽ എന്ത് ചെയ്യാം, പലർത്ത് നിന്നും എൻ്റെ ഫോട്ടോ എടുക്കാമല്ലോ. ഞാൻ അവിടെ ചെന്ന് കയറാൻ നേരത്തെ നമ്മൾ ലേറ്റായിപ്പോയി. അപ്പോഴത്തേക്കും ഞാൻ തിരിച്ചിറങ്ങാൻ നേരത്തെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇറങ്ങി എന്നിട്ട് നമ്മൾ അതിനകത്ത് ചുറ്റിനും എഴുതി വെച്ചിട്ടുണ്ട്, കോളിനുള്ളിലും അകത്തും എല്ലാം ചുറ്റിനും എഴുതി വെച്ചിട്ടുണ്ട്. എന്തോന്ന് മൊബൈൽ ഫോണ്, വീഡിയോ, പക്ഷേ എന്തൊക്കെയാണ് ഇതൊക്കെ എഴുതിച്ചിട്ട് വീഡിയോ ഒന്നും എടുക്കരുത്. അത് കുറേ എല്ലായിടത്തും ഇങ്ങനെ എഴുതി വെച്ചേക്കുകയാണ്. പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ ഇങ്ങനെ സെക്യൂരിറ്റീസും ഒക്കെ നിൽപ്പുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തില്ല. അതാണ് പിന്നെ ഗൂഗിളിൽ ചിലപ്പോൾ തപ്പിയാൽ കിട്ടും. എന്നാൽ അതെടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടിടാം. ഇവിടെ ഇന്നലെ ഒന്നും ഇവിടുത്തെ ഒരു സാനിറ്റൈസർ വെച്ചില്ല. നമുക്ക് അതുകൊണ്ട് അവർ രാത്രിയപ്പോൾ എല്ലാം ഓഫ് ചെയ്യും. നമുക്കും കാരണം ഫ്രിഡ്ജ് കട്ട് ഓഫായി നിൽക്കും. കാരണം ഭയങ്കര കറണ്ട്, ഭയങ്കര ഇതൊക്കെ വെച്ചിട്ട് ഇന്നത്തെ ലൈറ്റിങ് ഞാൻ കടിച്ച് ഇന്നെൻ്റെ ഒരു മിനി ടീം അതങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് എന്താ വീട്ടിലുണ്ടാക്കിയ ഇഷ്ടമാണ് പഴംപൊരി. ഞാൻ വാക്കപ്പ് നല്ല പറയുമ്പോൾ ഞാൻ പഴംപൊരി എന്നാണ് പറയാറ്. അപ്പോഴത്തേക്കും അവിടെയാണെങ്കിൽ നമ്മൾ പോയിട്ട് കുറേ നേരം നിന്നും. അവിടെ നമ്മൾ കുഴപ്പമില്ല, അർച്ചന ചെയ്യുമല്ലോ. അർച്ചനെ കണ്ടിട്ട് ഞാൻ പാല് വിട്ടാ, കാരണം മിക്സായി കിടക്കണോണ്ട് അതെല്ലാം കുറച്ച് സമയം പോയി. പിന്നെ അത് നല്ല തിരക്കും ഒക്കെയാണ്, കുറച്ച് സമയം പോയി. പക്ഷെ എൻ്റെ വീട്ടിനകത്ത് ക്ഷേത്രത്തിൽ ഞാൻ പണി നിൽക്കും. പക്ഷേ നല്ല ഫേമസ് ക്ഷേത്രമാണെന്നിരിക്കും. ഇവർക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അങ്ങനെയല്ല, അകത്ത് എത്തിക്കില്ല ഫോണൊന്നും. അകത്ത് വീഡിയോ എടുക്കാൻ പാടില്ല, ഫോണും ഇല്ലാത്ത എത്തിക്കൂടല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ 5ാം ക്ലാസ്സിലും അതിൻ്റെ ഇടയിൽ പോയി. എന്ന് വെച്ചാൽ മെയ് ഏപ്രിൽ എന്താണ്. അപ്പം ഞാൻ കഴിച്ചിട്ട് കാലത്തെ എല്ലാം പറഞ്ഞു വരാം ഗൈസ്. അങ്ങനെ പഴംപൊരി കഴിച്ച് നിന്ന് വെള്ളം കുടിക്കാൻ അടുക്കളയിൽ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു. എനിക്ക് കുഞ്ഞു ഗ്ലാസ്സാണ് ഇഷ്ടം. അപ്പോഴാണ് ഇത് പാതിരിക്കും. കാരണം ഒരെണ്ണം കൂടുതൽ വാങ്ങിച്ചു, അതിനനുസരിച്ച് പാൽപ്പാതി കിട്ടും. അത് ഞാൻ കുറച്ച് എൻ്റെ അപ്പൂപ്പനൊക്കെ കൊടുത്തു. ഇതിൻ്റെ പേര് കാരാവടയാണ്. എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം പഴംപൊരി ഉഴുന്ന് വട. കാരാവട ആകത്തുള്ള സാധനം ഇഷ്ടമല്ല, ഈ സാധനം ഉണ്ടല്ലോ അതാണ് ഇഷ്ടം. ഞാൻ അടുത്തപ്പോൾ ജ്യൂസ് എടുക്കാൻ തന്നപ്പം എനിക്കൊന്നും അവിടെ കുടിക്കാൻ മൂട് തോന്നിയില്ല. അപ്പം ഞാൻ വെള്ളം എടുത്തോണ്ടിരുന്നു, സാധാ വെള്ളം തിളപ്പിച്ച്. ഞാൻ വന്ന മുല്ലപ്പൂവും ഹെയർ സ്റ്റൈലൊന്നും മാറ്റിയില്ല, വന്ന മുല്ലപ്പൂവും ഡ്രസ്സും മാത്രം മാറ്റി, വള പോലും കണ്ട് മാറ്റിയില്ല. കുപ്പികളെയും വീട്ടിലാർത്താണ്, വള ഞാൻ മാറ്റിയില്ല ഗൈസ്. ഇനി നമുക്ക് കഴിച്ചിട്ട് നേരെ ഹിന്ദി റെസിറ്റേഷന് പഠിക്കാൻ പോകണം. എനിക്ക് ഹിന്ദി റെസിറ്റേഷൻ ഫസ്റ്റ് ടൈം സ്കൂളിൽ അപ്പോൾ സബ്ജക്റ്റിലേക്ക് പോകണം. എനിക്കാണെങ്കിൽ എത്ര പഠിച്ചിട്ടും എൻ്റെ ചില വേർഡ്സൊക്കെ തിരിഞ്ഞ് മറിഞ്ഞു പോകും. ഒരേപോലത്തെ ചില വേർഡ്സ് അടയാളം വ്യത്യാസം കാണും, അതൊക്കെ തിരിഞ്ഞ് മറിഞ്ഞു പോകും എനിക്ക്. പിന്നെ സംസ്കൃതത്തിലുണ്ട്
സത്യത്തിൽ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ഇതുവരെ. നാളെ സ്കൂൾ സബ്ജില്ല കലോടും തുടങ്ങിയാണ്. നാളെ പക്ഷെ എനിക്ക് ഇല്ല മനസ്സിലും ഇനി ഹിന്ദി വാങ്ങണം. ടീച്ചർ ഡേറ്റ് എന്താ സംസ്കൃതം ടീച്ചർ ഡേറ്റ് പറഞ്ഞു എന്താറിയോ എനിക്ക് 6-ാം തീയതിയും കരിഞ്ഞു പോയി. കരിഞ്ഞിട്ട് ഭയങ്കര ഏരിയ ഇസ്കാരം അവിടെ. ഞാൻ നല്ല സാധനം ഉണ്ടായി. എൻ്റെ സ്പെഷ്യൽ പാചകം ഇന്ന് വൈകിട്ടുണ്ടായി. ഞാൻ കാണിച്ചില്ല. ഗൈസ് വെള്ളം കുടിച്ചപ്പോൾ അടുത്ത ജ്യൂസ് ഇതാണ്. ഞാൻ ജ്യൂസ് ഇപ്പം കൂടിപ്പോയെന്ന് എനിക്ക് ചേച്ചി അതുകൊണ്ട് എനിക്ക് കൊണ്ട് തന്നു. ഇങ്ങനെയിപ്പോൾ ജ്യൂസ് കുടിക്കാൻ തോന്നുന്നു. ഇടയ്ക്ക് കൊണ്ട് ഗ്രേപ്പാണെന്നോ ജ്യൂസ് അല്ല തോന്നിട്ട് പേരെടുത്ത് പറയാം. എപ്പോഴും ആലോചിച്ച് ഞാൻ പറയാം. ഇഷ്ടല്ല ജ്യൂസ്. നല്ല സിനിമ പാട്ട്, ഏതോ സിനിമ പാട്ട്, എന്തോ സ്നേഹസമുദ്രം. ആ സാഗരങ്ങളെ പാടി ഉണർത്തി ആ പാട്ട് നമ്മള് വന്നപ്പം ദൈവങ്ങളെ പാട്ടായിരുന്നു. ഇപ്പം സിനിമ പാട്ടെ കുറച്ച് വൈകിട്ട് എഴുതിയപ്പോൾ ഭയങ്കര DJ മറ്റേ ബിംബി പോലത്തെ DJ ആയിരിക്കും അവർ. അപ്പം കുടിച്ചിട്ടാണ് വീഡിയോ ലോങ് ആയിപ്പോയാൽ ഡൗൺലോഡ് ചെയ്യാൻ പാടായിരിക്കും. അപ്പം ഞാൻ കുടിച്ചിട്ട് വരാം. അങ്ങനെ ഗൈസ് നമ്മൾ ചോറും ഒക്കെ കഴിച്ചു. നിങ്ങൾ ഈ ബ്ലാക്ക് ലാപ്പാണ്. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി തൊട്ടിപ്പുറത്തെ റൂമാണ്. അവിടെ ലാപ്പ് വെച്ചു. ഇപ്പം അവിടുത്തെ ഓഡിയോ നമുക്ക് അധികം കേൾക്കുന്നില്ല. ഞാൻ ഫോണിൽ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തിട്ടേക്കുന്നത്. ലാപ്പ് ഓണോ എന്നുവെച്ചാൽ ഓണാവെന്ന് വെച്ചാൽ നെറ്റ് വരും. അവർക്ക് ടീച്ചറിന് വോയിസ് ഉണ്ട്. അപ്പോൾ അച്ഛൻ്റെ ഫോൺ അച്ഛൻ്റെ കയ്യിൽ, അച്ഛൻ എന്തോ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ലാപ്പിൽ ടീച്ചറിന് വോയിസ് ഉണ്ടാകും. ഇതിൽ whatsapp.com ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വോയിസ് ചെയ്തല്ലോ ഇപ്പോൾ. അങ്ങനെ ഞാൻ പറയുമ്പോൾ ടെസ്റ്റ് എടുത്തിട്ട് വരാം ഞാൻ. അങ്ങനെ ഗൈസ് നമുക്ക് whatsapp.com ഒക്കെ എടുക്കണം. ഓൾറെഡി ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഓണായിട്ടൊക്കെ ഒരു പ്രത്യേകിച്ച് എടുക്കും. ഇനി ഞങ്ങൾക്ക് ക്രോം എടുക്കണം. ഇതിൻ്റെ ക്രോം സ്ക്രീൻഷോട്ട് ആയിട്ടുണ്ട്. അങ്ങനെ ക്രോം ഇപ്പോൾ ഓപ്പൺ ആവും. നമുക്ക് ഇത്രയും സമയം നമുക്ക് പാഴാക്കാനില്ലാത്തൊരു സാധനമാണല്ലോ ഈ സമയം. സമയത്ത് നമ്മൾ പാഴാക്കാൻ പാടില്ല. കാരണം ഞാൻ കോവിലിൽ പെട്ടെന്ന് രാവിലെ എടുത്ത തീരുമാനമാണ്. കാരണം വല്ലപ്പോഴെങ്കിലൊക്കെ കോവിലിൽ പോകണം. കാരണം മിക്ക സമയവും നമുക്ക് സമയം കിട്ടാറില്ല. അതാണ് മെയിൻ കാരണം. കോവിലിൽ പോകാൻ സമയം കിട്ടാറില്ല. അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാരണം. അങ്ങനെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ സബ്ജില്ല ഇതിനെ പോകേണ്ടിരുന്നു. പക്ഷെ വൈഫൈ കണക്റ്റ് ആവുന്നില്ല. വൈഫൈ കണക്റ്റ് ആവുന്നില്ലല്ലോ. വൈഫൈ കണക്റ്റ് ആക്കിയിട്ട് വരാം ഗൈസ്. പഠിക്കുന്നതായിരിക്കും കത്തനിലൂടെ ക്ഷമിക്കണം. പിന്നെ നമ്മൾ ടീച്ചറിന് വായിച്ച വോയിസൊക്കെ കേട്ടോ. കാരണം ഹിന്ദി സബ്ജക്റ്റിൽ ടീച്ചർ പറഞ്ഞ് വോയിസ് ഇടണം. നമുക്കിനി ഇത് പ്രോജക്റ്റ് ചെയ്യാറുണ്ട്. കുറച്ച് ലാന്തന് അങ്ങനെ കുറച്ച് കൂടുതൽ പറയാം. കുറച്ച് പ്രോജക്റ്റ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ചെയ്യുന്ന കുറച്ച് നിങ്ങൾക്ക് കാണിച്ചിട്ട് നമുക്ക് ലോങ് ആക്കാൻ പറ്റില്ലല്ലോ. കുറച്ചിലേ കാണിക്കാൻ പറ്റൂ. ഇപ്പം തന്നെ ഈ വീഡിയോ എല്ലാം കൂടെ ഏകദേശം 30-40 മിനിറ്റ് ഉണ്ടാവും തോന്നുന്നു. നോക്കിയില്ല. ചിലപ്പോൾ 1 മണിക്കൂറും കാണാൻ സാധ്യതയുണ്ട്. എന്നാലും ആരും കാണാതെ പോകരുത്. എല്ലാവരും കാണും, സ്കിപ്പ് ചെയ്യാതെ. ഓക്കേ, അപ്പോൾ പ്രോജക്റ്റ് സാധനമൊക്കെ എടുക്കാം. ബയോ
അങ്ങനെ നമ്മളിതാ എന്താണ് എനിക്കൊരു പ്രോജക്റ്റ് റെയർ അടുത്ത എലമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഇത് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്ന കാരണം ഞാൻ ബാൽക്കണി ഇരുന്നാണ് ചെയ്തത്. അപ്പോഴത്തേക്കും ആ ക്ഷേത്രത്തിൻ്റെ ഓഡിയോ ഇട്ട് തുടങ്ങി. അപ്പോൾ നല്ല ഡിസ്റ്റർബായി തുടങ്ങി. അതുകൊണ്ട് ഞാൻ സൗണ്ട് മ്യൂട്ട് ചെയ്ത് വോയിസ് ഓവർ ചെയ്യാനുള്ള അതാണ് ഒരു കാരണം. പിന്നെ ഞാൻ ഈ ഇടുന്ന ഈ വീഡിയോയിൽ ഈ ഫുൾ വീഡിയോയിൽ ഞാൻ ഫുൾ എഴുതുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്താണ് എഴുതുന്നത്. അപ്പോൾ ഞാൻ ചില ദിവസമൊക്കെ രാത്രിയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യും. അപ്പോൾ ഞാൻ എഴുതി അതൊരു ആൽബം ആക്കണം. മുമ്പ് ഞാൻ വീഡിയോ എൻഡ് ചെയ്യില്ല, ആക്കിന് ശേഷം ഞാൻ എൻഡ് ചെയ്യും. പക്ഷേ ആക്കുന്നത് എനിക്ക് കാണിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ചെയ്ത് ലാസ്റ്റ് വീഡിയോ എൻഡ് ചെയ്യപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ആൽബം ഓരോ പേജസായിട്ട് കാണിച്ചു തരാം എല്ലാവർക്കും കേട്ടോ. കാരണം ഞാനും എന്തെങ്കിലും 10 മിനിറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ ചെയ്യുന്ന കുറേ മണിക്കൂർ ശേഷം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോറിങ്ങാവും. പിന്നെ ഞാനപ്പോൾ അവിടെ ഒരു അലങ്കോലം അല്ലെങ്കിലും ഇട്ട് ചെയ്യും. പിന്നെ ഓൾറെഡി ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് വിളക്ക് കത്തിക്കുന്ന കാണിക്കുന്നില്ല. കാരണം നമ്മളിന്ന് രാവിലെ ക്ഷേത്രത്തിൽ പോയപ്പോൾ വിളക്ക് കത്തിച്ചായിരുന്നു. അതെനിക്ക് കാണിക്കാൻ പറ്റില്ല. പിന്നെ ഞാനെടുത്ത ലൈറ്റ്സൊക്കെ രാത്രി കാണിച്ചു തരാം. പിന്നെ എൻ്റെ കൂടെ എനിക്ക് ക്ഷേത്രത്തിൻ്റെ ഫോട്ടോസ് ഉൾപ്പെടുത്താൻ പറ്റിയില്ല, സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഞാൻ തൊടും കൂടെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞല്ലോ. അതിനോടൊപ്പം തന്നെ ഞാൻ ചോറ് കഴിക്കുന്നതും എനിക്ക് എടുക്കാൻ പറ്റും. ഞാൻ ചോറ് കഴിച്ചത് എന്തൊക്കെയായിരുന്നു ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഇടയ്ക്ക് വെച്ചിട്ട് വീഡിയോയുടെ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഈ വീഡിയോസ് കാണണേ. പിന്നെ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഒരു മിനി ഡേ ഇൻ മൈ ലൈഫ്. കാരണം ഞാൻ രാവിലെ എണീച്ചോട്ട് കാണിക്കുന്നില്ലല്ലോ, ഇതെൻ്റെ ഒരു മിനി ഡേ ഇൻ മൈ ലൈഫാണ്. പിന്നെ ഞാൻ എഴുതുന്നത് സ്പീഡിലാണ്. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ സ്ലോ ഇട്ട് നിങ്ങൾക്കത് എഴുതാൻ കാണാൻ ബോറടിക്കും. അത് ഞാൻ എഴുതാൻ കാണിക്കുന്നുണ്ട്, ബട്ട് ഞാൻ സ്പീഡിലാണ് ഇട്ടേക്കുന്നത്. ക്ഷമിക്കണം. ചിലവർക്കത് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് എല്ലായിടത്തും ചോദിക്കാൻ ക്ഷമിക്കണം. അപ്പോൾ ആരും ഗീവ് അവേക്ക് കുറച്ച് എന്നൊക്കെ എഴുതാൻ പറ്റും. കാരണം നിങ്ങൾ കൂടുതൽ ബോറാൻ പാടായി എഴുതുന്നുണ്ട്. ബട്ട് അത് ഞാൻ എടുത്തപ്പോൾ മിസ്സായിപ്പോയോ ഞാൻ പീരീഡിലൂടെ ആഡ് ചെയ്യാൻ ശ്രമിക്കാൻ പറ്റുമെങ്കിൽ സോറി. അപ്പോൾ ഞാൻ ഇവിടെ ഞാൻ കുറേ രാത്രിയൊക്കെ എഴുതും. അപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ ഞാൻ എഴുതി ആൽബമൊക്കെ നിങ്ങളെ കാണിച്ചത് ഉറപ്പാണ്. അപ്പോൾ ഞാനിപ്പോൾ എഴുതുന്ന ഒരു ബിസ്ക്കറ്റ് നോക്കി ഞാൻ നമ്മൾ പാക്കറ്റ് പറയാം. അങ്ങനെ എനിക്ക് എഴുതുന്നുണ്ട് ക്രീം സർബറ്റ്. അതിൻ്റെ രുചിയുമാണ് എനിക്ക് ഓറഞ്ചും എനിക്ക് ഇഷ്ടമാണ്. ചില സ്ട്രോബെറി ഫ്ലേവർ ഇഷ്ടമാണ്. പംകിൻ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്, അതൊന്നും എനിക്കിഷ്ടമില്ല. വെയിലാണെങ്കിൽ ക്ലാരിറ്റി കുറവായിരിക്കും. രാവിലെ ഒന്നും ഇതൊന്നും ഞാൻ മാറ്റിയിട്ടില്ല, ഞാൻ കഴിച്ചോണ്ടിരിക്കും. ഇനി പ്രശ്നം വിളക്ക് കത്തിക്കണം, കഴിക്കണം, അത് സെറ്റും. പിന്നെ ഭക്ഷണം കഴിക്കണം. ചോറ് കഴിക്കുന്നവരെങ്കിൽ ഉൾപ്പെടെ പറ്റത്തുള്ളൂ. ഈ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. ചോറിൻ്റെ ഫ്രോൺ എന്താകും അതൊന്ന് കാണുക, ടിപ്പ് ചെയ്യാതെ കാണാം. വിശപ്പുണ്ടെന്നോ ഞാൻ ഫുൾ ഷൂ അതൊക്കെ പറക്കണം. ഇപ്പോൾ ഫ്രഷാണ്, ഫ്രഷാണ്. രാവിലെ തിരക്കാം കിട്ടും മേടായി കളിക്കാം വിളിക്കുന്ന മേടടിച്ചു ഇവിടെ കുറിച്ച് എനിക്ക് അപ്പം പറയുന്നൊരു സാധനമാണ് ഈ ജലദോഷം വന്നാൽ കഴിക്കാൻ പറ്റില്ല. ദോഷമായിരിക്കും പക്ഷെ ഇഷ്ടം ഇതൊക്കെ നടുക്കി പറക്കി വെച്ച് ഓക്കെ. അങ്ങനെ പെൻസിലും എല്ലാം ഒറിജിനലാക്കി സ്കെച്ച് കവറാണ്. ഇത് ഇങ്ങനെ കിട്ടിയ കവറാണ്. ക്വാളിറ്റി നമുക്ക് കവർ മതി. റിയാലിറ്റബിൾ ഫിസിക്സ് കവർ.
എഴുതിയ വേഗത്തെ ഇതിനകത്ത് ഞാൻ തിരിച്ചു. അപ്പോൾ എപ്പോഴെങ്കിലും എഴുതാം, അല്ലെങ്കിൽ പിന്നെ സ്വഭാവം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഭാവങ്ങൾ ഞാൻ പിന്നെ ഇന്ന് തലേദിവസം നടക്കും. അത് വീക്ക്നെസ് ആയിട്ട് ഞാൻ വീണ്ടും രാത്രിയിലത്തെ ഫുഡ് കഴിക്കാൻ പറഞ്ഞ പുട്ട് ഞാൻ കഴിക്കാൻ പോവുകയാണ്. ഇതെന്ന് വെച്ചാൽ പുട്ട് മസാലയുടെ പാചകം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടൈപ്പ് ചെയ്ത് പറ്റുമെങ്കിൽ ഇട്ടേക്കാം. പാചകം എന്ന് വെച്ചാൽ ഒരു സോസ്, ടൊമാറ്റോ സോസ്, അത് നമ്മൾ അല്പം പുട്ടിലേക്ക് മിക്സ് ചെയ്യണം. ഇതിൻ്റെ കളർ കണ്ടോ നിങ്ങൾ? ഇതിപ്പോൾ ക്ലിയർ ഇല്ല, പക്ഷേ യഥാർത്ഥത്തിൽ കാണുമ്പോൾ സൂപ്പർ കളറാണ്. ഇപ്പോൾ നമുക്ക് അല്പം എരിവുണ്ടെങ്കിൽ അല്പം സോസ് എടുക്കും. സൂപ്പർ. ഇതെന്ന് വെച്ചാൽ പുട്ടുണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കുന്ന സാധാ പുട്ട്. ചിലപ്പോൾ പലർക്കും പല ടേസ്റ്റ് ബഡ്സ് ആയിരിക്കും, അതുകൊണ്ട് പലർക്കും പല ഇഷ്ടങ്ങളും ആയിരിക്കും. ഇത് നിങ്ങൾ കുറച്ചൊന്നും ഉണ്ടാക്കി വെക്കും. കൊള്ളൂരെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊള്ളില്ല എന്നിട്ടാൽ മതി. കൊള്ളാൻ കിട്ടാം. കാരണം എനിക്കിഷ്ടമുള്ള സാധനം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നില്ല. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പാൻ എടുത്ത്, പാനല്ല കടായി പോലത്തെ തോരനൊക്കെ ഉണ്ടാക്കുന്ന ചല്ലേ, ചട്ടി എന്നൊക്കെ പറയും. ചട്ടി, വട്ടി, കടായി എന്നൊക്കെ പറയില്ലേ. വട്ടീന്ന് പേരില്ല, ഞാൻ ചുമ്മാ കടായി എന്നൊക്കെ പറയില്ലേ. ചട്ടി നമ്മൾ തോരനെടുക്കുക, തോരനും വിഴുക്കത്തിയൊക്കെ ഉണ്ടാക്കണ അങ്ങനത്തെ ഒരു പാത്രത്തിൽ നമ്മൾ ഉള്ളി അല്ലെങ്കിൽ സവാള കുനുകുനാന്ന് പറഞ്ഞാൽ അരിയണം. കുനുകുന ഇപ്പോൾ സവാള അല്ലെങ്കിൽ ഉള്ളി എന്നാലും മതി, ഏതെങ്കിലും. പക്ഷേ ഏറ്റവും നല്ല ചെറുള്ളിയാണ്. ചെറുള്ളി കുനുകുനാന്ന് അരിഞ്ഞിട്ട് കുറച്ച് കൂടുതലെടുത്താലും കുഴപ്പമില്ല. ഉള്ളി ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും, ചില ആൾക്ക് ഇഷ്ടമായിരിക്കും. പക്ഷേ ഇഷ്ടമുള്ള ആൾക്ക് കൂടുതലെടുത്ത് നോക്കി കൂടുതലെടുത്ത് ഉണ്ടാക്കി നോക്കുക, സൂപ്പറായിരിക്കും. അതും ഒരു ചട്ടി എടുത്ത് വയ്ക്കുക. അതിലേക്ക് നമ്മൾ എണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ, അങ്ങനത്തെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും എണ്ണ, നമ്മൾ വെളിച്ചെണ്ണ നോക്കും. ആ എണ്ണയിലേക്ക് നിങ്ങൾ അല്പം എന്ത് ചെയ്യണം, നമ്മളെ കടുക് അത് പൊട്ടിക്കഴിഞ്ഞ ശേഷം ജീരകം, ജോ ഫ്ലെയിം ഇടണം, അല്ലെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞു ചെയ്യാം. പിന്നെ കറിവേപ്പില ഉണ്ടാക്കി തിന്നു. ഞാൻ രാത്രി ഉണ്ടാക്കാറുണ്ട്, തേയില്ല വെളിയിലത്തെ ചെടിയുണ്ട്, വെളിയിൽ പഠിക്കാൻ മടി. അത് തന്നെ. എന്നിട്ട് നമ്മുടെ എന്താണ് സവാള എടുത്തിട്ട് നല്ല എണ്ണ വേണം, അല്ലെങ്കിൽ നെയ്യോ ബട്ടറായിരുന്നാലും മതി. എന്നിട്ട് അതിന് നല്ല ബ്രൗൺ ആണെങ്കിൽ നമുക്ക് എണ്ണയിലൊക്കെ ഇങ്ങനെ മൂത്ത് വരാന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ കുറഞ്ഞ് വരൂലേ, വെരിക്കൊട്ടിട്ട് കുഴ ആ ഒരു പരുവത്തി എടുത്ത്. അപ്പോൾ നമ്മൾ തേങ്ങ അല്ലെങ്കിൽ തേങ്ങയുള്ള ആൾക്കാർ തേങ്ങ ഇട്ടോ, അതിനും അല്പം ബട്ടറോ നെയ്യോ. എൻ്റെ അതും നല്ല ഞാൻ തേങ്ങ ഇട്ടില്ല, തേങ്ങ ചെരുവാളം മതി. ഞാൻ തേങ്ങ ഇട്ട് കഴിച്ചിട്ടുണ്ട്, ടേസ്റ്റ്. ഞാൻ ഉണ്ടാക്കിയപ്പോൾ തേങ്ങ ഇട്ട അന്ന് അമ്മ കുറച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് വെച്ചേക്കും, പക്ഷേ ഇന്ന് തീർന്നു പോയത്.
അപ്പോൾ നാളെ കാണും. അപ്പോഴും നമ്മൾ അതൊരു തേങ്ങ തേങ്ങിട്ട് അരച്ചിട്ട് നമ്മളീ പുട്ട് പൊടിക്കണം. എന്നുവെച്ചാൽ പുട്ട് ഇങ്ങനെ നമ്മൾ പൊടിച്ച് കഴിക്കൂല, അതേപോലെ ഇങ്ങനെ പൊടിക്കണം. എന്നിട്ട് അതിനകത്ത് ഇട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് ഉള്ളിയായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് മിക്സ് നിങ്ങൾ എടുത്തിട്ട് നമ്മളെ എന്താണ് പുട്ടെടുത്തിടണം. പുട്ടും എല്ലാം കൂടെ അതിനകത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, പലർക്കും പല ആവശ്യം ഇടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള അല്പം മല്ലിപ്പൊടി, പിന്നെ മറ്റേ നമ്മൾ മഞ്ഞപ്പൊടി, അല്പം കളറിന് അല്പം കളർ ചേർക്കണം, ഫുഡ് കളർ ചേർക്കാം അല്പം. പക്ഷേ എൻ്റെ കയ്പ്പ് വരില്ല. പിന്നെ മസാല എന്ന് വെച്ചാൽ ചിക്കൻ മസാല പോലുള്ള മസാല ഉള്ളവർക്ക് ചേർക്കാം. ഞാൻ ഇവിടെ ചിക്കൻ മസാലയും സാമ്പാർ മസാലയും ചേർക്കും. അതാണ് എൻ്റെ വെറൈറ്റി. നിങ്ങൾ ചിക്കൻ മസാല ചേർക്കണം, ചിക്കൻ മസാല ചേർത്തോ. പിന്നെ നിങ്ങൾ എന്തെങ്കിലും എസെൻസോ അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്പം ജസ്റ്റ് തളിച്ചാൽ മതി. ഞാൻ പൈനാപ്പിൾ എസെൻസാണ് യൂസ് ചെയ്യണം. ചില്ലി എസെൻസ് ആണെങ്കിൽ ചില്ലി എസെൻസ് യൂസ് ചെയ്യണം. പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസിന് ചില്ലി സോസോ സ്പൈസി സോസോ എല്ലാം നമ്മുടെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് കഴിക്കാൻ നേരത്ത് എടുക്കാൻ വേണമെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ പാചകം. എന്തെങ്കിലും ഡൗട്ടുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടേ, ഞാൻ ഡൗട്ട് തീർത്തില്ല. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഞാൻ ഇത് ഉണ്ടാക്കി തരത്തിലാണ്. പക്ഷെ സൂപ്പറാണ് ഗൈസ്, സൂപ്പർ. അപ്പോൾ ഗൈസ് എടുക്കാൻ പറ്റാത്തതിന് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ ഓഫായിപ്പോയി, ബാറ്ററി ഇല്ലായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഫോൺ ഓഫും അതിനുമ്പേ കഴിച്ചിട്ട് ചാർജ് ചെയ്തിട്ട് അടുത്ത വ്ളോഗ്. പക്ഷേ അടുത്ത കാര്യം പറയാം. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരാം കേട്ടോ. ഇനി ഉറങ്ങാൻ പോകുകയാണ്. എൻ്റെ മറ്റേ ആ പ്രോജക്റ്റിൻ്റെ ഇത് ഞാൻ നിങ്ങൾക്കായിട്ട് പോസ്റ്റായിട്ട് ഫോട്ടോ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ബൈ ബൈ.